അതുപോലെ എന്ന് വെച്ചാൽ ചേട്ടൻ്റെ കാര്യത്തിൽ നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ കൂടെ അഭിനയിച്ചു, ആസിഫലിൻ്റെ കൂടെ അഭിനയിച്ചു. അപ്പം ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിലായിരുന്നു ചേട്ടൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് എന്നുള്ളത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താ ബേസിലെ കുറിച്ച് അങ്ങനെ പറയാൻ കാരണം? ലക്കി ചാമ, കാരണം പുള്ളിയുടെ 2 പടത്തിൽ ചെയ്തപ്പോഴാണ് 2 ഹിറ്റ് കിട്ടിയത്. അതാണ് ഞാൻ പറഞ്ഞത് കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പൊന്മാൻ എന്നുള്ള സിനിമയിലോട്ടും ഡയറക്ടറിൻ്റെ അടുത്ത് എൻ്റെ ആനന്ദിനെ ആ ക്യാരക്ടർ നോക്കിക്കൂടെ എന്ന് ബേസിലാണ് ആദ്യം ചോദിച്ചത്. അപ്പം എന്തോ ഒരു ലക്കിൽ ഡയറക്ടറും എൻ്റെ സിനിമ കണ്ടിട്ടുണ്ട്, എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ക്യാരക്ടറിനോട്ട്. അപ്പം ബേസിനും കൂടെ പറഞ്ഞപ്പോൾ പുള്ളിക്കൊരു ഓക്കെ കൊള്ളാം നോക്കാമല്ലോ എന്നുള്ള രീതിയിലായി. അപ്പം അങ്ങനെയാണ് അതിലോട്ട് എത്തപ്പെടുന്നത്. അപ്പം അതിനെല്ലാത്തിനും ആ ബേസിൽ എന്നുള്ളൊരു ഫാക്ടർ അവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് സന്തോഷം. അതുപോലെ ആസിഫ് ഖാൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഒരു മൂവി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആസിഫ് ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര ഡൗൺ ടു എത്താന്ന് കേട്ടിട്ടുണ്ട്. ഞാനും ഭയങ്കര കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. കാര്യം പുള്ളീനെ നമുക്ക് എപ്പോൾ ഏത് സ്റ്റേജിൽ കണ്ടാലും പുള്ളി ഭയങ്കരമായിട്ട് എല്ലാവരോടും മുന്നേ പരിചയമുള്ള രീതിയിലാണ് പുള്ളി ബിഹേവ് ചെയ്യാറുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ആസിഫ് ഖാൻ്റെ കൂടെ? അല്ല, പുള്ളി ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണ്. അപ്പം നമ്മളിപ്പം നമ്മൾ എന്തായാലും എനിക്ക് മുമ്പേ ഇൻഡസ്ട്രിയിൽ വന്നവരെല്ലാവരും എനിക്ക് ഭയങ്കര സീനിയർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു റെസ്പെക്റ്റോടെ എനിക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ. ഇപ്പം പലപ്പോഴും എനിക്ക് പലയിടത്തും പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് എന്ന് വെച്ചാൽ നമ്മൾ കുറേ കാലം സിനിമയെ കണ്ട ഒരാളോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, നമുക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് ആ ഒരു റെസ്പെക്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവർ വിചാരിക്കും ചിലപ്പോൾ വേറെ രീതിയിൽ ചിലപ്പോൾ വിചാരിച്ചേക്കാം, അറിയില്ല. പക്ഷെ അങ്ങനെ മാറിയെന്നപ്പോഴും ആസിഫൊക്കെ നമ്മളേക്ക് ഇങ്ങോട്ട് വിളിച്ച് വാറ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നമ്മളൊരു അനിയനെ പോലെ ഒരു ബ്രദറിനെ പോലെ ഒരു ഫ്രണ്ടിനെ പോലെ തന്നെയാണ് പുള്ളി കരുതുന്നത്. അപ്പോൾ ആ ഒരു സുഖം ഭയങ്കര രസമാണ് ആ പുള്ളിയിലൂടെ അഭിനയിക്കുമ്പോഴും. അത് സാറിന് അറിയാമല്ലോ, ചെയ്തിട്ടുണ്ടാവും. കോമ്പിനേഷൻ ഇല്ല. പക്ഷെ നമ്മൾ പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാനോ ഉണ്ണിലാലും നമ്മള് ബാക്കിൽ പുറകിലാണെങ്കിൽ നമ്മളെ ഫ്രണ്ടിലേക്ക് വിളിച്ചു വരുത്തും, ഫോട്ടോയ്ക്ക് വേണ്ടിയൊക്കെ നമ്മളെ ഫ്രണ്ടിലേക്ക് വിളിച്ചു വരുത്തും. അതൊരു നല്ല മൊമെന്റ് ആയിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എപ്പം നമ്മളിപ്പം അങ്ങനെ അധികം ഞാനും അങ്ങനെ വിളിക്കാത്ത കേട്ടാണ്. പക്ഷെ പുള്ളിയും അങ്ങനെ അപ്പം കാണുന്നു, നമ്മളപ്പം സംസാരിച്ച് തീർന്നു. പിന്നെ എപ്പോഴും കുറേ കാലത്തിന് ശേഷമായിരിക്കും കാണുന്നത്. അപ്പം നമ്മൾ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ നമ്മൾ അതേപോലെ തന്നെ നമുക്ക് തോന്നും, ആ മനുഷ്യൻ പിക്കപ്പ് ചെയ്യും. അപ്പം അത് ഭയങ്കര ഒരു കാര്യമാണ്. ആൾക്കാരെ ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്ന, മീൻസ് അത്ര ഇഷ്ടത്തോടെ കാണുന്ന ഒരാളാണ്. പക്ഷെ ഒന്നും രണ്ടും വട്ടം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അഭിനയിക്കുന്നതാണ് ഒന്നും രണ്ടും വട്ടം ചെയ്യാൻ പറ്റും. ഇത്രയും വർഷങ്ങളായിട്ട് ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് ഉറപ്പായിട്ടും വെറുതെ അഭിനയിക്കുന്നില്ല എന്ന് പറയാൻ പറ്റും. അതുപോലെ ഫിലിം ക്രിട്ടിക് അവാർഡ് കിട്ടി ആട്ടത്തില്. എങ്ങനെയായിരുന്നു ആ അവാർഡൊക്കെ കിട്ടുന്ന സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ്, മൊമെന്റ് ഒക്കെ? വളരെ വളരെ ഹാപ്പി ആയിരുന്നു. ഓഫ് കോഴ്സ് ഇത് എല്ലാവരും ചോദിക്കുന്ന ക്ലീഷ ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് അവാർഡ് കിട്ടാൻ വേണ്ടി. അപ്പം അതും ഫസ്റ്റ് മൂവി ആയിരുന്നു അല്ലേ? തേർഡ് ഫിലിം ആയിരുന്നു. മലയാളത്തിൽ എൻ്റെ തേർഡ് ഫിലിം ആയിരുന്നു. പക്ഷെ അതിന് മുന്നേ ഞാൻ ബോംബെയിലും ഒരു 1.5 വർഷം വർക്ക് ചെയ്യായിരുന്നു. അവിടെ 4 പ്രോജക്റ്റ് ചെയ്തു. അല്ല, ഇങ്ങനെ ഒരു അവാർഡ് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുന്നത് ഭയങ്കര റെയർ ആണല്ലോ. അതെ, എപ്പോഴും എൻ്റെ സോണിലുള്ള ആർട്ടിസ്റ്റിന്റെ ലൈഫിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല അത്. എനിക്കത് ആ ഒരു ഫീലിംഗ് എനിക്ക് അടിച്ചിരുന്നു. പക്ഷേ ആട്ടം അത് അവാർഡ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആ ഒരു പടത്തിന്റെ ഇമ്പാക്റ്റിൽ ഞാൻ എപ്പോഴും പ്രൗഡായിരിക്കും. ഇപ്പോഴും ആൾക്കാർ കണ്ടിട്ട് ലൈക്ക് നമ്മളോട് വന്ന് അപ്രോച്ച് ചെയ്ത് സംസാരിക്കുമ്പോഴും എപ്പോഴും നല്ല നല്ല സന്തോഷമുണ്ട്. അത് ഓൾമോസ്റ്റ് 2 വർഷം, ഒരു വർഷം ആയത് കഴിഞ്ഞിട്ട് OTT ഇറങ്ങി. അതിൻ്റെ ഒരു ശരിക്കും ഒരു ഓളം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഹാപ്പിയാണ്. അത് ഇവൻച്വലി ആ ഫിലിം അർഹിച്ച ഒരു ഓഡിയൻസിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അത് ആ ഒരു ക്രൈറ്റീരിയ അത് സാറ്റിസ്ഫൈ ആയപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്.